ജിം സന്തോഷ് കൊലക്കേസ് പ്രതി അലുവ അതുൽ ജയിൽ വാർഡനെ മർദ്ദിച്ചു. ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസർ അഭിലാഷിനാണ് മർദ്ദനമേറ്റത്. സൂപ്രണ്ടിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറും അലുവ അതുൽ തല്ലി തകർത്തു. അരുൺ രാജ് വിവരങ്ങൾ നൽകും. കൊല്ലത്ത് നിന്ന് അരുൺ, ഏത് സാഹചര്യത്തിലാണ് ഈ പ്രതി അക്രമാസക്തനാവുകയും ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും ഓഫീസിൽ അതിക്രമം നടത്തുകയും ഒക്കെ ചെയ്തത്? വിജയകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ പ്രതികളെ തിരിച്ച് സെല്ലിലേക്ക് കയറ്റുന്നതിനിടയിലാണ് ജയിൽ സൂപ്രണ്ടുമായി അലുവ അതുൽ പ്രശ്നത്തിലാകുന്നത്. തുടർന്ന് ഈ വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് കലാശിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ ജിം സന്തോഷ് ആദ്യം സൂപ്രണ്ടിന്റെ ഓഫീസിലുണ്ടായിരുന്ന ജയിൽ സൂപ്രണ്ടിന്റെ ഓഫീസിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ അടക്കം തല്ലി തകർത്തു. ഒടുവിൽ ജിം സന്തോഷ് ഈ കേസുമായി ബന്ധപ്പെട്ട അലുവ അതുലിനെ വളരെ ശ്രമകരമായി പിടിച്ച് ഈ ജയിലിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ഈ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസറായ അഭിലാഷിന്റെ കണ്ണിന് ഇദ്ദേഹം ഇടിച്ചത്. ഇയാളുടെ ഇടിയിൽ ഗുരുതരമായ രീതിയിൽ ഈ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ പ്രസിഡന്റ് ഓഫീസറെ ഈ നിലവിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ചികിത്സ നൽകി വിട്ടയക്കുകയും ചെയ്തു. അലുവ അതുൽ ഈ ജയിലിനുള്ളിലെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഈ സൂപ്രണ്ടിന്റെ ഓഫീസിലെ ചില രേഖകളും എടുത്തുവാരി എറിഞ്ഞു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ജയിൽ വാർഡനിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഏറെ ശ്രമകരമായ ദൗത്യത്തിലൂടെയാണ് ഇയാളെ പിന്നീട് തിരിച്ച് സെല്ലിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇയാൾ സൂപ്രണ്ടുമായും അതുപോലെ തന്നെ പ്രസിഡന്റ് ഓഫീസർമാരുമായി ചില സംഘർഷത്തിലും ചില അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചിരുന്നു. ഇതിനൊടുവിലാണ് ഇന്ന് ഈ സംഘർഷവും കയ്യാങ്കളിയും അടക്കം ഉണ്ടാവുകയും ചെയ്തത്. വിശദാംശങ്ങളാണ് അരുൺ രാജ് നൽകിയത്. ഇയാൾ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു എന്ന് മാത്രമല്ല സൂപ്രണ്ടിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറും ഒക്കെ തല്ലി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇയാൾ ജിം സന്തോഷ് കൊലക്കേസിലെ പ്രതിയാണ് അലുവ അതുൽ. അയാളാണ് ജയിൽ വാർഡനെ മർദ്ദിച്ചത്, ഓഫീസിൽ അതിക്രമം നടത്തിയത്.